അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒരു നന്മയുടെ ഒരു നന്മയുടെ കവാടങ്ങളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരട്ടെയോ, നന്മയുടെ പ്രവേശന കമാനത്തെ പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് പറഞ്ഞാൽ, ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നന്മയുടെ പുണ്യത്തിന്റെ അനുഗ്രഹങ്ങളുടെ കമാനമാണ്, കവാടമാണ്, പ്രവേശനമാണ്. അത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. അത് നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് എൻട്രൻസ് ആണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഏതാണ് സൗമു ജുന്ന, നോമ്പെന്ന് പറയുന്നത് പരിചയാണ്, പ്രതിരോധത്തിന്റെ കവചമാണ് നോമ്പെന്ന് പറയുന്നത്. ഒരു നോമ്പുകാരനെ ഹറാമ് പറയൂലല്ലോ, ഒരു നോമ്പുകാരൻ ഹറാമ് കാണൂലല്ലോ, ഒരു നോമ്പുകാരൻ ഹറാമ് കേൾക്കൂലല്ലോ, ഒരു നോമ്പുകാരൻ ഹറാമിനെ പറ്റി ആലോചിക്കില്ലല്ലോ. അവന്റെ മനസ്സിലെ ചിന്ത എന്താണ്? പ്രഭാതം മുതൽ പ്രദോഷം വരെ ഞാൻ പട്ടിണി കിടക്കുന്നത് എന്റെ അല്ലാഹ്ക്ക് വേണ്ടിയാ, അതുകൊണ്ട് ഞാനിതാ എന്ന് പ്രതിരോധത്തിന്റെ ഒരു വലിയ പരിച പോലെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നാല് ഭാഗത്ത് വാളോങ്ങുന്ന പൈശാചികതയുടെ, ഹയവാനിയത്തിന്റെ, ഹയവാനിയത്തിന്റെ, അതുപോലെ ശൈത്താനിയത്തിന്റെ, അതുപോലെ തന്നെ അവന്റെ ജീവിതത്തിന്റെ നഫ്സാനിയത്തിന്റെ, ഈ പറയപ്പെടുന്ന ശരീരേച്ഛയുടെ, ജഡികേച്ഛയുടെ, തോന്യാസത്തിന്റെ, താനോനുത്തരത്തിന്റെ, തെമ്മാടിത്തരത്തിന്റെ, ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് അവനെ കാർന്നു തിന്നുന്ന നരകത്തിന്റെ എല്ലാ വഴികളിൽ നിന്ന് അവനെ കാത്തു സൂക്ഷിക്കാൻ ഒരു പരിച പോലെ റസൂൽ പരിചയപ്പെടുത്തിയത് നോമ്പാണ്. നീ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങളെ കെടുത്തിക്കളയാൻ സ്വതക്കക്ക് കഴിയും പൊങ്ങളെ. ഏതുപോലെ എന്നറിയോ? ഒരു ഉദാഹരണം പറയട്ടെ. ഒരു കാടല്ലെങ്കിൽ ഒരു റബ്ബർ എസ്റ്റേറ്റ് തീ പിടിച്ചാൽ ആരെയാ നമ്മൾ വിളിക്കുക? പെട്ടെന്ന് നമ്മൾ കറക്കി കുട്ടി വിളിക്കുമല്ലോ. ഫയർ ആൻഡ് റെസ്ക്യൂയുടെ പ്രവർത്തകർ വന്നാൽ യൂണിഫോം ധരിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ അവർ വെള്ളമൊഴിച്ചാണ് തീ കെടുത്തുന്നത്. അതേ, തീയെ കെടുത്താൻ ലോകത്ത് കഴിയുന്ന വെള്ളത്തിന് മാത്രമാ. അതുപോലെ തീയെ കെടുത്തുന്ന വെള്ളം പോലെ സദഖ നിന്റെ എല്ലാ പാപങ്ങളെയും കരിച്ചു കളയുമെന്നാണ്, കെടുത്തിക്കളയുമെന്നാണ്. അതും നമ്മുടെ വിഷയത്തിൽ പെട്ടതല്ല. പക്ഷെ അവസാനം മുത്തുനബി പറഞ്ഞതെന്തെന്നറിയോ? ഒരു സ്വകാര്യ നന്മ ഞാൻ ഉണർത്തട്ടെ. ഇത് നിങ്ങളോടുള്ള ഗുണദോഷമല്ല, എന്നോട് വസിയത്ത് ചെയ്തിട്ട് നിങ്ങളോട് രണ്ടാമത് പറയുകയാണ്. ആരെ കാണാതെ പാതിരാത്രികളിൽ നിന്റെ നിസ്കാരമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഇറാഖിന്റെ നിശാ ക്ലബുകളിൽ പാട്ടുപാടിയ അവിടെ വരുന്ന ചെറുപ്പക്കാർക്ക് കള്ളൊടിച്ചു കൊടുത്തിട്ട് ആ കള്ള് കൊടിച്ചു കൊടുത്ത പാനപാത്രം, മദ്യത്തിന്റെ പാനപാത്രത്തിന്റെ, ചഷകത്തിന്റെ എല്ലാം നിലയില് ചെറുപ്പക്കാരന്റെ കൈവെള്ളയിലേക്ക് തിരികെ വെച്ചു കൊടുത്ത മുട്ടടി പാവാട കൊടുത്തൊരു പെണ്ണുണ്ടായിരുന്നു ഇറാഖില്. ആ ഇറാഖിലെ നിശാ ക്ലബുകളിൽ പാട്ടുപാടിയ കള്ളൊടിച്ചു കൊടുത്ത് ചെറുപ്പക്കാരെ ഏതോ ഒരു ലോകത്തേക്ക് മാസ്മരികമായി കൊണ്ടെത്തിച്ച, നൃത്തം ചെയ്തിട്ട് ചെറുപ്പക്കാരെ ഇക്കിളിപ്പെടുത്തുന്ന പെണ്ണുണ്ടല്ലോ. ആ പെണ്ണ് ഒരു നിമിഷം ചിന്തിച്ചതെന്താണ്? എന്തിനാണ് ഞാൻ എന്റെ ശരീരത്തെ മറ്റുള്ളവന്റെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നത്? എനിക്ക് മാറിയേ പറ്റൂ. അങ്ങനെ മാറാൻ തീരുമാനിച്ചുകൊണ്ട് ആ പെണ്ണ് ജീവിതത്തിലും മാറ്റം ആഗ്രഹിച്ചു. അങ്ങനെ ആ പെണ്ണ് ഒരാളെ കാമിക്കാൻ തുടങ്ങി, ഇഷ്ടപ്പെടാൻ തുടങ്ങി, പ്രേമിക്കാൻ തുടങ്ങി, പ്രണയിക്കാൻ തുടങ്ങി, ഹുബ്ബ് വെക്കാൻ തുടങ്ങി. അങ്ങനെ ആ പ്രേമബാധനത്തിനെ ഓർത്തുകൊണ്ട് വെള്ളം കുടിക്കാതെയായി, തിന്നാതെയായി, ഉറങ്ങാതെയായി, ഊണില്ല, ഉറക്കമില്ല. അങ്ങനെ പ്രേമബാധനത്തിനെ കാണാൻ വേണ്ടിയിട്ട് ആ പെണ്ണ് പാതിരാത്രികളെ ഉറക്കമൊടിക്കുകയാ. ഇന്നലെ വരെ ഇറാഖിലെ നിശാ ക്ലബുകളിൽ കള്ളൊടിച്ചു കൊടുത്ത പെണ്ണിന്ന് കാമുകന് വേണ്ടിയിട്ട് പാതിരാത്രി കിട്ട് പായമടക്കി വെച്ചു. എന്നിട്ട് കാത്തിരിക്കുകയാണ് തന്റെ പ്രേമബാധനത്തിന് വന്ന് കാണാൻ. അവസാനം ആ പെണ്ണ് ഒരു നിരാശാ കാമുകിയെ പോലെ, ഒരു ഭ്രാന്തിയെ പോലെ പാട്ടുപാടിയുണ്ട്. അജബല്ലിൽ മുഹിബ്ബി കൈഫ യനാമു വകുല്ലു നൗമിൻ അലൽ മുഹിബ്ബി ഹറാമു. അത്ഭുതമാണ്. ഒരു കാമുകി എങ്ങനെയാണ് ഉറങ്ങുക? എങ്ങനെയാണ് ഒരു കാമുകിക്ക് ഉറങ്ങാൻ കഴിയുക? ഓ, ഉറക്കം ഈ കാമുകന് നിഷിദ്ധമാണ്. ഉറക്കം കാമുകിക്ക് നിഷിദ്ധമാണ്.
എന്ന് പറഞ്ഞുകൊണ്ട് ആ പെണ്ണ് പാട്ട് പാടാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, രാത്രികളെ മാറ്റിവെച്ച് ഉറക്കമൊഴിച്ചു. തന്റെ പ്രേമവാദനത്തിനു വേണ്ടി കാത്തിരുന്ന പെണ്ണുണ്ടല്ലോ, ഏത് പെണ്ണാണ് ഇറാഖിലെ നിശാ ക്ലബുകളിൽ പാനപാത്രം പിടിച്ചു വരുന്ന ചെറുപ്പക്കാരന്റെ പാനപാത്രത്തിൽ മദ്യമൊഴിച്ചു കൊടുത്ത് അവനെ പാട്ടുപാടിയിട്ട് ഏതോ ഒരു ലോകത്തേക്ക് പായിപ്പിച്ച മാസ്മരിക ശക്തിയുള്ള പെണ്ണ്. ആ പെണ്ണ് ഇന്ന് പാതിരാത്രിയുടെ നിശയുടെ നിശബ്ദതകളെ, രാത്രിയുടെ രണ്ടാമത്തെയും മൂന്നാമത്തെ ആ പെണ്ണ് മാറ്റിവെച്ച തന്റെ കാമുകന് വേണ്ടിയിട്ടാണ്. തന്റെ കാമുകനേതാണ്? സർവാധിനാഥനായ സർവഗുണ സമ്പൂർണനായ സർവേശ്വരനായ സർവലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ അല്ലാഹ്. ഏതാണ് പെണ്ണെന്നല്ലേ? ആ പെണ്ണിന്റെ പേര് ഞാൻ ഇവിടെ പറഞ്ഞാൽ, സഹോദരങ്ങളെ, അബ്ദുർ റസാഖ് മസ്താന്റെ പാദസ്പർശനം കൊണ്ട്, കോട്ടുപ്പയുടെ പാദസ്പർശനം കൊണ്ട്, ഹസൻ ഉസ്താദിന്റെ പാദസ്പർശനം കൊണ്ട്, സഹോദരങ്ങളെ, മഹാരഥന്മാരായ ആരിഫീങ്ങളുടെ കാൽപാദം കൊണ്ട് ധന്യമായ ഈ മണ്ണിൽ നിന്നുകൊണ്ട് ആ പെണ്ണിന്റെ പേര് ഞാനെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചുണ്ടുകളിലെ തത്തിക്കളിക്കുന്നത് റളിയല്ലാഹു അൻഹയാ. ഏതാണ് ആ പെണ്ണെന്നല്ലേ? ബീവി റാബിയത്തുൽ അദബിയ. റാബിയത്തുൽ അദബിയ റളിയല്ലാഹു അൻഹാ പാതിരാത്രികളെ മാറ്റിവെച്ചത് എന്തിനാണ്? അതാണ് സ്വകാര്യ നന്മകളിൽ ഒന്നാമതായി സ്വായത്തമാക്കേണ്ടത്. അതേത് നന്മയാണ്? സലാത്തുർ റജ്ലി മിൻ ജൗഫിൽ ലൈലി. ഒരു പായയിൽ കിടന്ന തന്റെ പ്രിയപ്പെട്ടവര്, തന്റെ പായയിൽ കിടന്ന തന്റെ കട്ടിലിൽ കിടന്ന തന്നോടൊപ്പം ചേർന്ന് കിടന്ന തന്റെ പ്രിയപ്പെട്ടവന് ഉറങ്ങിക്കിടക്കുമ്പോ എഴുന്നേറ്റുകൊണ്ട് അല്ലാഹുവിനെ നമസ്കരിക്കാൻ നിനക്ക് കഴിയോ? അതാണ് പെങ്ങളെ ഒന്നാമത്തേത്. പാതിരാത്രിയുടെ നിശബ്ദതകളിലെ പാതിരാ നമസ്കാരം നിർവഹിക്കുവോ എന്ന് ബഹുമാനപ്പെട്ട നൂറുൽ ഉലമാ ശൈഖുനാ കെ.പി. ഹസ്രത്ത് ഉസ്താദ് അവர்கள் ഉദ്ഘാടനം ചെയ്ത ആ തൈക്കാവല്ലേ നേരിട്ട് ബഹുമാനപ്പെട്ട കല്ലൂർ മുസ്ലിം ജമാഅത്ത് ഏറ്റെടുത്ത് നടത്തുന്നത്. ബാക്കിയുള്ളതൊക്കെ സ്വകാര്യമായ തൈക്കാവുകളാണെങ്കിൽ ആദ്യമായി ഒരു തൈക്കാവില് ആദ്യമായി പള്ളിയല്ലാത്ത സമാന്തരമായ ഒരു പള്ളി ഒരു നാട്ടിലെ നിസ്കാരത്തിന് വേണ്ടി സുജൂദ് ചെയ്തെങ്കിൽ അത് ഈ മണ്ണിലാണെങ്കിൽ ഇവിടെ നിന്ന് ഞാൻ പറയുകയാ, ഇവിടെ വന്ന് ജമാഅത്തായി നമസ്കരിക്കുമ്പോ ആളുകൾ കാണാറുണ്ട്. നിങ്ങളുടെ സങ്കീർണ ഘട്ടങ്ങളിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെ ആരും കാണാതെ കോൺക്രീറ്റ് സൗധത്തിന്റെ ഉള്ളറകളിൽ നീ കിടന്നുറങ്ങുമ്പോൾ എല്ലാവരും ഗാഢനിദ്രയിലാകുന്ന സമയത്ത് എഴുന്നേക്കുമോനെ, ഒന്നുവെടുക്കുമോനെ, എന്നിട്ട് അല്ലാഹുവിന്റെ മുന്നിൽ നീ 2 റക്അത്ത് സുജൂദ് ചെയ്യ്. എന്നാ നിനക്ക് കിട്ടുന്നത് എന്തെന്നറിയോ? നിന്റെ നിർണായക ഘട്ടങ്ങളിൽ നിന്റെ റബ്ബിനോട് എടുത്തു പറയാൻ നിനക്കൊരു തുറുപ്പ് ചീട്ടായി. അല്ലാഹു തൗഫീഖ് തരട്ടെ. പാപ്പ ഏത് ആവശ്യം വന്നാലും ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന നമ്മുടെ പണപ്പെട്ടിയിലെ ആ അവശേഷിക്കുന്ന ആ കരുത്തൽ പണം പോലെ നമുക്കൊരു നന്മ. ഒന്ന് നിസ്കാരം, ഒന്ന് നമസ്കാരം, ഇനി രണ്ട് അരമണിക്കൂർ കൊണ്ട് 1-2 കാര്യങ്ങളൂടെ പറയണം. ശ്രദ്ധിച്ചോളി. രണ്ടാമത്തേത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട കാര്യം, ഈ പറയുന്ന കാര്യം. നിസ്കാരം ആർക്കും കഴിയാത്തതൊന്നുമല്ലല്ലോ, എല്ലാവർക്കും കഴിയൂലേ നിസ്കാരം? അങ്ങനെ കഴിയാത്തവരാരാളുള്ളത്? നമ്മുടെ ഈ പറയപ്പെടുന്ന നമസ്കാരം ആർക്കാണ് കഴിയാത്തത്? രണ്ടാമത് പറയുന്നത്, പ്രത്യേകിച്ച് സഹോദരിമാര് നന്നായിട്ട് കേൾക്കണം. ഉറങ്ങുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഉണർത്തിയേക്ക്. ഉറങ്ങുന്നു തോന്നുന്നില്ല അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ. കാരണം സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കൂടിയാണ് രണ്ടാമത് പറയേണ്ടത്. ഒന്ന് നിസ്കാരം. അള്ളാഹു കഴിയാത്തൊന്നും നമ്മോട് പറഞ്ഞിട്ടില്ലല്ലോ. മല മറിക്കാൻ അല്ലാഹു പറഞ്ഞില്ലല്ലോ. മല ചുമക്കാൻ നമ്മോട് പറഞ്ഞില്ലല്ലോ. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. കഴിയാത്ത ഒന്നും അല്ലാഹു പറഞ്ഞിട്ടില്ല. പണിഷ്മെന്റ് കൊടുത്തു മുഖം മറച്ച് നടന്നതിന്. അവസാനം അതേ സ്ഥലത്ത് മുഖം മറയ്ക്കാതെ നടന്നാൽ പണിഷ്മെന്റ് രേഖപ്പെടുത്തി. ഒരു മുസ്ലിം പെണ്ണ് കല്ലൂരിലൂടെ തലമറച്ച് നടക്കുമ്പോൾ ആ മുസ്ലിം പെണ്ണ് ഏത് സമയത്തും അവൾ തലമറച്ച് നടക്കേണ്ടവളാണ്. ഹൈന്ദവ മതവിശ്വാസം അനുസരിച്ച് തലമറക്കേണ്ട ബാധ്യത അവർക്കില്ല. പക്ഷേ നല്ല ചൂടാണെങ്കിൽ അവര് പെട്ടെന്ന് സാരി തുമ്പ് തലയിലേക്ക് പിടിച്ചിടും. ഇത് മോളെ, ചൂടായാലും തണുപ്പായാലും വെയിലായാലും കാർമേഘം ഇരുണ്ടുമൂടി കിടക്കുമ്പോഴും രാത്രിയാണെങ്കിലും പകലാണെങ്കിലും നീ ഇത് ചെയ്യണം.
ഇസ്ലാം യുസ്ർ, ഇന്ന ദീന യുസ്ർ, എളുപ്പമാണ്, സിമ്പിൾ. അതാണ് പരിശുദ്ധ ഇസ്ലാം. നമുക്ക് കഴിയാത്തതൊന്നും അല്ല പറഞ്ഞില്ല. 50 വഖത്ത് നിസ്കാരം എങ്ങാനും അന്ന് ഈ ഇടയ്ക്ക് മൂസാ നബി അലൈഹിസ്സലാം ഇടപെട്ടുകൊണ്ട് ചുരുക്കിയില്ലായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വാഴെങ്ങാനും വെക്കാൻ പറ്റുമോ? കല്യാണം നടത്താൻ പറ്റുമോ? അല്ലെങ്കിൽ തന്നെ കല്യാണത്തിന്റെ ഓർമ്മിക്കുന്ന ഏത് പെണ്ണും പെണ്ണിന്റെ വാപ്പായോ ഉള്ളത്? ആരുമില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് രാത്രിയിലെ നമസ്കാരം നമുക്ക് കഴിയുന്ന കാര്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യം കേട്ടോ. രണ്ടാമത്തെ കാര്യം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഈ പറയുന്ന സ്വകാര്യ നന്മയാണ്, ആരും അറിയില്ല ഇത്. ഒന്ന് നിസ്കാരം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരാളെങ്കിലും നിസ്കരിച്ചാൽ പറയുന്ന ഞാനായാലും മതി, അല്ലാഹു എനിക്ക് അതിന്റെ പ്രതിഫലം തരും. എന്റെ 2 മണിക്കൂറും ഫലപ്രദമായി. രണ്ടാമത്തേത്, ഞാൻ അങ്ങ് പോയി, പ്രസംഗം കഴിഞ്ഞ് ഉസ്താദിന്റെ വീട്ടിൽ കയറി ഉസ്താദിനെ കണ്ട് ഞങ്ങൾ അങ്ങ് പോയി. നിങ്ങൾ രാത്രി വീട്ടിൽ ചെന്നിട്ട് ഈ ഇരിക്കുന്ന ഇത്രയും സഹോദരിമാരിലും സഹോദരങ്ങളിലും ആരെങ്കിലും ഒരാള് അല്ലാഹുവേ ഞങ്ങൾക്ക് ഇന്ന് പ്രസംഗിച്ച നവാസ് മന്നാനിയുടെ ആഫിയത്തുള്ള ദീർഘായുസ് നീ കൊടുക്കണം എന്ന് നിങ്ങൾ ദ്വാരന്നാൽ ഞാൻ അറിയില്ല, ഞാൻ അറിയില്ല. പക്ഷേ ഞാൻ അറിയാതെ നിങ്ങൾ രഹസ്യമായി ചെയ്ത ആ ഒരു ഇബാദത്ത് നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇത് രണ്ടാമത്തത് ഒരാളുടെ അസാന്നിധ്യത്തിലുള്ള ദുആ. അതാണ് സ്വകാര്യ നന്മകളുടെ 2. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മൻ ദഅാ ലി അഖീഹി ബിൽഗിരിൽ ഗൈബി ഖാലൽ മലകുൽ മുവക്കലു ബിഹി ആമീൻ വലക ബിമിസ്ൽ. എത്ര വ്യക്തമായി റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ മൻ ദഅാ ലി അഖീഹി തന്റെ സഹോദരന് വേണ്ടി ദുആ ചെയ്താൽ ബിൽഗിരിൽ ഗൈബി അവന്റെ മുന്നിൽ വെച്ചല്ല. ചിലരെ മുന്നിൽ വെച്ച് കാണുമ്പോൾ അല്ലാഹു നിങ്ങൾക്ക് ആഫിയത്തിന്റെ തടകി ഇങ്ങനെ തടകി ഒരു നല്ലൊരു മസാജ് ചെയ്യുന്ന സുഖം ഉണ്ടാവും. ചിലർ തടകടണ്ട, തടകിട്ട് പറയും അല്ലാഹു നിങ്ങൾക്ക് ആഫിയത്ത് തരട്ടെ, നിങ്ങൾക്ക് സുഖം തരട്ടെ, നല്ലത് തരട്ടെ എന്നൊക്കെ പറയും. നമ്മളിങ്ങനെ ആ ഒരു കുളിരിൽ അങ്ങോട്ട് പോകുമ്പോൾ അവൻ പറയും യവന അറിയോ ഇവൻ മറ്റവനാ എന്ന് പറയും. അതുകൊണ്ട് നമ്മുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ തട്ടി അർശിക്കയറ്റുന്നവന്മാരെയൊക്കെ പുച്ഛമാണ്. കാരണം എന്താ? നമ്മളെ കാണുമ്പോ ഇങ്ങനെ പൊക്കി പറയുന്നവൻ നമ്മളില്ലാത്തപ്പോ നമ്മളെ പറ്റി മോശമായി പറയുന്നവനായിരിക്കും. നല്ലവനാണെങ്കിൽ നമ്മൾ അറിയാതെ നമുക്ക് വേണ്ടി ദ്വാരക്കണം. നിന്റെ നല്ല കൂട്ടുകാരനാരാ? നിന്നെ കാണുമ്പോ അള്ളാനെ പറ്റി പറയുക, നീ ഇല്ലാത്തപ്പോ നിന്നെ പറ്റി അള്ളാനോട് പറയുക. അതാണ് കൂട്ടുകാരൻ. കൂട്ടുകാരനാരാ? നിന്നെ കാണുമ്പോ നിന്നോട് പറയേണ്ടത് മുഴുവനും അള്ളാഹുവിനെ പറ്റിയാകണം. നീ ഇല്ലാത്തപ്പോ അള്ളാഹുവിനോട് നിന്നെ പറ്റി പറയണം. അതാണ് കൂട്ടുകാരൻ. നമുക്ക് വേണ്ടി ദ്വാരക്കണമെന്ന് ആരെങ്കിലും ഒരാള് തന്റെ അഭാവത്തിലെ സഹോദരന് വേണ്ടി ദുആ ചെയ്താൽ ഖാലൽ മലകുൽ മുഅക്കലു ബിഹി, ഈ ദുആ രേഖപ്പെടുത്താൻ അല്ലാഹു തആല ഏർപ്പാട് ചെയ്തൊരു മലക്കുണ്ട്. ആ മലക്ക് നിന്റെ അടുക്കലേക്ക് ഓടിയെത്തുന്നതാണ്. എന്നിട്ടോ ആ മലക്ക് പറയും ആമീൻ, അല്ലാഹുവേ ഈ ദുആനെ സ്വീകരിക്കണേ അല്ലാ. അപ്പറപാപ്പറം പറഞ്ഞ് മലക്ക് നിർത്തൂല. വലക ബിമിസ്ലി, ഇതുപോലെ നിനക്കും കിട്ടട്ടെ. അപ്പൊ നമുക്കും അതിൽ പങ്കായില്ലേ? അപ്പൊ ആരും അറിയാ, നമുക്ക് ഭയങ്കര ലുബ്ധാണ്. ആരെങ്കിലും പറയുന്നു ദ്വാരക്കണേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റ വാക്കിൽ അങ്ങ് പറയും വലിമൻ ഔസാനാ ബിദ്ദുആ, അല്ലാഹുവേ പടച്ചവനെ എന്നോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ മതി. അത് ടോട്ടലി ചെയ്ത് പറഞ്ഞത് ഓക്കെ. പക്ഷേ അതിന്റെ ഉള്ളിൽ നമ്മൾ പ്രധാനമായി നമ്മളോട് സങ്കടങ്ങൾ പറഞ്ഞ ഒരാളുടെ കാര്യം നമ്മൾ എടുത്തുന്ന ദ്വാരെന്നാൽ ഒരാൾ മാനസികമായി ഇപ്പൊ സങ്കടത്തിലാണ്. അല്ലാഹുവേ അവന്റെ മനസ്സിന്റെ വേദന നീ മാറ്റിക്കൊടല്ല, നിനക്കല്ലേ കഴിയൂ റബ്ബേ. അവൻ അറിയുന്നു പോലുമില്ല ഞാൻ നിന്നോട് ചോദിക്കുന്നത്, അത്രയും അവൻ സങ്കടപ്പെട്ടിരിക്കുക. അല്ലാ എനിക്ക് പോലും മനസ്സലിഞ്ഞെങ്കിൽ അല്ലാ, ഒരു മാതാവിന് മക്കളോടുള്ള സ്നേഹത്തിന്റെ 100 ഇരട്ടിയുള്ള നിനക്ക് മനസ്സലിയുമല്ലോ പടച്ചവനെ, നീ അവന് മനസ്സമാധാനം കൊടല്ല എന്ന് പറഞ്ഞാൽ ആ സെക്കൻഡിൽ ആമീൻ എന്ന് പറഞ്ഞൊരു മലക്ക് നിന്റെ അടുത്ത് വന്നിട്ട് പറയും ആമീൻ വലക ബിമിസ്ൽ, നിനക്കും അല്ലാഹു ഇതുപോലെ തരട്ടെ, മനസ്സിന് സമാധാനം തരട്ടെ. അപ്പൊ ദുആ എങ്ങനെ വേണം? ഉറക്കെ നിലവിളിച്ചിട്ട്. എന്നോട് ചില സംഘാടകർ പറഞ്ഞിട്ടുണ്ട്, ഉസ്താദേ നല്ല ദുആ ആയിരിക്കണം, ദുആ ചെയ്യുമ്പോ പെണ്ണുങ്ങളെ രോമമൊക്കെ എണീച്ചിരിക്കണമെന്ന്. അതെങ്ങനെ ദുആ?
രോമേണീപ്പിച്ചുള്ള ദുആ എനിക്കറിഞ്ഞൂടാ. എത്രയോ സ്ഥലങ്ങൾ നമ്മളിപ്പോ അല്ലാഹുവേ നീ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ റബ്ബേ എന്നിങ്ങനെ പറഞ്ഞാൽ ഓ ദുആയൊക്കെ കാണാനായിരുന്നു കൊള്ളത്തില്ല. അതേസമയം അല്ലാഹ് എന്ന് പറഞ്ഞ എന്തൊരു ദുആ. കൊളപ്പുറ ഉസ്താദിന്റെ ദുആ സമ്മേളനത്തിന് വിളിക്കാൻ വേണ്ടിയിട്ട് എന്നോട് വന്നിട്ട് ഒരാൾ പ്രസംഗം ഡേറ്റ് ചോദിച്ചു. ഞാൻ പറഞ്ഞു ദുആക്ക് പിന്നെ ആരെ വിളിക്കാനാ? ബഹുമാനപ്പെട്ട ശൈഖുന ജാമിയ മന്നാനിയ യൂണിവേഴ്സിറ്റിയിലെ 1-ാം നമ്പർ റൂമിനകത്ത് കിടപ്പുണ്ട്, അദ്ദേഹത്തെ പോയി വിളിക്കെന്ന് പറഞ്ഞു. അവ 1-ാം നമ്പർ റൂം എന്ന കിടപ്പ ഈ നിയമസഭ കണക്കാണ് അവർക്ക് തോന്നിയത്. മന്നാനിയയിൽ ചെന്ന് 1-ാം നമ്പർ റൂമിനകത്തൊരു ഇടുങ്ങിയ വാതിലിലൂടെ അകത്ത് കയറിയിട്ടൊരു ഒരു ചെറിയ കട്ടിലിൽ ഒരു മനുഷ്യ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിനെ കണ്ടിട്ട് പുറത്തിറങ്ങിയിട്ട് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ ദുആക്ക് വേറെ ആരെങ്കിലും ഉണ്ടാ? ഞാൻ ചാന്ത് പറ്റി. ഓ, കാണാനൊക്കെ ഒരു ചെറിയ മനുഷ്യനല്ലേ. ഇപ്പൊ അതുകൊണ്ട് ദുആക്ക് നിങ്ങൾ നോക്കി, ഇജാബത്തുണ്ട്, പ്രസംഗമുണ്ട്, കാണാനും മൊഞ്ച. നാളെ വരുന്ന തങ്ങൾ സരസ് നിറഞ്ഞിരിക്കും. ഇതാ കാര്യം എന്നറിയോ? സയ്യിദ് മുത്തുക്കോയ തങ്ങളുടെ പ്രത്യേകത പലതാണ്. ഒന്ന്, സാധാരണ തങ്ങന്മാരൊന്നും പ്രസംഗിക്കാറില്ല, അവര് ദുആ എന്നിട്ട് പോകും. പക്ഷേ മുത്തുക്കോയ തങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല പ്രസംഗിക്കും. 2, ഒരു തങ്ങളാണെന്ന് പറഞ്ഞ് നമുക്ക് കാണുമ്പോ കണ്ണും കൽബും നിറച്ച് കാണാൻ പറ്റും. നമുക്ക് വലിയ കടപ്പാടുള്ള ഒരു മനുഷ്യരാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. എനിക്ക് വ്യക്തിപരമായി വലിയ ബന്ധം, വലിയ കടപ്പാട്, തീരാത്ത കടപ്പാട് എനിക്ക് ബഹുമാനപ്പെട്ട തങ്ങളുമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ തങ്ങൾ നാളെ ഇവിടെ ദുആക്ക് വരും. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ദുആ നമ്മളൊന്ന് പതുക്കെ ചെയ്താൽ ഇപ്പൊ ദുആ ആരും കാണാതെ ചെയ്യും. നല്ലൊരു ദുആ എന്നാൽ ആമീൻ പറയും, ആവേശത്തോടെ ഞാൻ പറയും. നമ്മളിങ്ങനെ പതുക്കെ പറഞ്ഞാൽ എല്ലാവരും അലസന്മാരായി പോകും. അതുപോലെ ഒരുപാട് നീട്ടിക്കൊണ്ട് പോവുകയും ചെയ്യരുത് ദുആ അവസാനം കൈ കുഴച്ചിട്ട് ഇത് റബ്ബിനോടാ ചോദിക്കുന്നത്. നമ്മൾ ഒരാളെടുത്ത് എന്നിട്ട് എന്തെങ്കിലും ഈ ഏതെങ്കിലും ഒരു മനുഷ്യനെടുത്ത് നിന്നിട്ട് നമ്മൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ അഴകുഴമ്പൻ രീതിയിൽ ചോദിച്ചാൽ അയാൾക്ക് ദേഷ്യം വരൂലേ? ചോദിക്കുമ്പോൾ നല്ല സ്മാർട്ടായിട്ട് ചോദിക്കണ്ടേ, നഷാത്ത് ഉന്മേഷത്തോടു കൂടി ചോദിക്കണ്ടേ. അപ്പൊ ആ ഉന്മേഷം നഷ്ടപ്പെടുമ്പോ അങ്ങ് നിർത്തിയേക്കണം. അല്ലാതെ 2 മണിക്കൂർ നീട്ടിക്കൊണ്ടു പോകുന്ന ദുആ ഒന്നും അല്ല വേണ്ടത്. 2 മിനിറ്റ് മതി എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട്. അല്ലാഹുവേ, ഒരു സ്ഥലത്ത് നിന്നപ്പോൾ ഒരാളുടെ ദുആ, പടച്ചവനെ നീ പാസ്പോർട്ട് കൊടുക്കണേ അല്ലാ, നീ ആധാർ കൊടുക്കണേ അല്ലാ, റേഷൻ കാർഡ് കൊടുക്കണേ അല്ലാ. ഇപ്പൊ അതിനെക്കാലം അല്ലാഹു നീ അവന് വേണ്ടതൊക്കെ കൊടുക്കണമെന്ന് വരുന്ന പോലെ. അള്ളാഹ്ക്കറിയാലോ അവന് ആധാർ വേണം ഇന്ത്യയിൽ ജീവിക്കണമെങ്കിൽ, റേഷൻ കാർഡും വേണം മണ്ണെണ്ണ വാങ്ങിക്കണമെങ്കിൽ, പാസ്പോർട്ട് വേണം അവന് വേറെ വെളിയിൽ പോകണമെങ്കിൽ. ഇതെല്ലാം എടുത്തെടുത്ത് പറയുമ്പോ അത്രയും ആളുകൾ ബുദ്ധിമുട്ടല്ലേ? അവസാനം അവർ എങ്ങനെയൊക്കെയോ ആമീൻ പറയുന്നു, ഉറങ്ങി ഒന്നും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുആ ചെയ്യുന്നത് അസാന്നിധ്യത്തിൽ ദുആ ചെയ്താൽ അതിന് നിങ്ങൾക്കും പ്രതിഫലമുണ്ടെന്ന് മാത്രമല്ല, വളരെ രഹസ്യമായി നിങ്ങൾ ദുആ എന്നാൽ പരസ്യമായി ദുആരക്കുന്നതൊക്കെ നല്ലതാണ്. ഞാൻ അത് എപ്പോഴും പറയുന്നില്ല. നിങ്ങൾ ഉള്ള പൈസ മൊത്തം നിങ്ങൾ ഇതിന്റെ ചെലവിന് വേണ്ടി കൊടുത്തോളൂ. ഇതാ ഇപ്പൊ കയ്യിൽ കൊണ്ടുവന്ന പൈസ അത്രയും. ഇവിടെ നന്നായിട്ട് ദുആരക്കും. ഈ സദസ് 40 പേരുള്ളിടത്തൊക്കെ ദുആക്ക് ഇജാബത്തുള്ള ആളുണ്ട്. ഒരുപാട് ഉസ്താദുമാരും മുത്തഅല്ലിമീങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ശരിയാണ്, നിങ്ങൾ തരണം. ദുആരക്കും നല്ല കാര്യമാണ്. ദുആക്ക് ഇജാബത്തുണ്ട്. ഞാൻ തമാശയ്ക്ക് പറഞ്ഞ ഉള്ളൂ. പക്ഷെ ഒന്നറിയേണ്ടത്, ഏത് പ്രശ്നങ്ങളും നമ്മളൊന്ന് രഹസ്യമായി റബ്ബിനോട് ദുആരക്കണം. ദുആ എന്നാൽ അസംഭവ്യമായത് സംഭവിക്കും. മുഹാൽ എന്ന് പറഞ്ഞാൽ അസംഭവ്യം അല്ലേ? പക്ഷെ മുഹാലായത് സംഭവിപ്പിക്കാൻ കഴിവുള്ള അത്രയും വലിയ ഒരു മരുന്നാണ് ദുആ. കേട്ടോളി, ഞാൻ ഒരു ചെറിയ സംഭവം പറഞ്ഞിട്ട് അടുത്ത വിഷയം പോകാം. ചെറിയൊരു സംഭവം പറഞ്ഞുതരാം. നിങ്ങൾ തന്നെ അത്ഭുതപ്പെടാൻ. ഞാൻ സ്ത്രീകളുടെ കാര്യം പറഞ്ഞു. ഷടാ, അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കും. ഒരിക്കലും മക്കളില്ലാത്ത ഒരാൾ ദുആരക്കുക. ഒരാൾ മക്കളില്ല, അദ്ദേഹത്തിന് മക്കളില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഖുർആൻ ഇത്രയും മനോഹരമായി പറഞ്ഞ ഒരു കാര്യം നമുക്ക് പ്രസംഗിക്കാനും കേൾക്കാനും ജീവിതത്തിൽ അത് അനുഭവിക്കാനും ഒക്കെ വലിയൊരു സുഖമാണത്. അല്ലാഹു പറയുകയാണ്, ദിക്റു റഹ്മതി റബ്ബിക അബ്ദുഹു സക്കരിയ. ഓ പ്രവാചകരെ, സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ കഥ നിങ്ങൾ കേൾക്കണേ നബിയേ. സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നിങ്ങൾ പഠിക്കണേ മുഅ്മിനീങ്ങളെ. ഇദ്നാദാ റബ്ബഹു നിദാൻ ഖഫിയാ. സക്കരിയ നബി അലൈഹിസ്സലാം പതിഞ്ഞ സ്വരത്തിൽ ദുആ ചെയ്തപ്പോൾ, ഒന്ന് കേട്ടോ, സക്കരിയ നബി അലൈഹിസ്സലാം വളരെ ഗോപ്യമായ നിലയിൽ, സ്വകാര്യമായ നിലയിൽ ദുആ ചെയ്തപ്പോൾ എന്തായിരുന്നു ദുആ?
അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഖാല റബ്ബി ഇന്നി വഹനൽ അളമു മിന്നി. അല്ലാഹുവേ, എന്റെ എല്ലെല്ലാം വളഞ്ഞുപോയി, എന്റെ എല്ലാ അസ്ഥിയും ശോഷിച്ചു പോയി. അല്ലാ, പ്രായാധിക്യം കൊണ്ട് എന്റെ എല്ലുകൾക്ക് ബലക്ഷയം വന്നു പോയി. അല്ലാ, വസ്തഅല റഅസു ശൈബാ. അല്ലാഹുവേ, എന്റെ തല ഈ നരയാൽ പ്രകാശിക്കുന്നു റബ്ബേ. ഒരു മനുഷ്യന്റെ പ്രായം മനസ്സിലായില്ലേ? ഇപ്പോ കാലും കൈയൊക്കെ തളർന്ന്, വലിയ ബലമൊന്നുമില്ല, ക്ഷയിച്ചു. നര ബാധിച്ചിട്ട് നരച്ച് കൊരച്ചു ആ മനുഷ്യന്. സഹോദരങ്ങളെ, അങ്ങനെ നര ബാധിച്ചു. വലമ്മകും ബിദുആഇക റബ്ബി ശഖിയാ. എന്നെ നര ബാധിച്ചെങ്കിലും എന്റെ അസ്ഥികൾ ശോഷിച്ചു പോയാലും റബ്ബേ, എന്റെ ദുആക്ക് ഞാൻ ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. അല്ലാ, ചോദിച്ചതൊക്കെ നീ തന്നിട്ടുണ്ടല്ലോ റബ്ബേ. അതുകൊണ്ട് നാഥാ, എനിക്കിപ്പോ ചോദിക്കാനുള്ളത്, വഇന്നീ ഖിഫ്തുൽ മവാലിയ മിൻ വറായി. എനിക്ക് ശേഷം ഒരു അനന്തരവനില്ലാത്ത വിഷമം എനിക്കുണ്ട് റബ്ബേ. മക്കളില്ല അല്ലാ. എന്താ കാരണമെന്ന് നിനക്കറിയുമല്ലോ. വകാനത് ഇംറഅതി ആഖിറ. അല്ലാഹുവേ, എന്റെ ഭാര്യ മലടിയാണ്. ആഖിർ വേറെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ ആഖിറല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ ആഖിറല്ല. അവര് ആഖിർ എന്ന് പറഞ്ഞ മലയാളത്തിൽ ഞാനങ്ങ് പറയട്ടെ, അതിന്റെ അർത്ഥം മച്ചി, മലടി എന്നൊക്കെ നമ്മൾ പറയില്ലേ, പ്രസവിക്കൂല, അതാണ് ആഖിറ. പക്ഷെ ഇബ്രാഹിം നബിയുടെ ഭാര്യ അങ്ങനല്ല. ഇബ്രാഹിം നബിക്ക് മക്കളെ കൊടുക്കാത്തതാണ്. കാരണം ഇബ്രാഹിം നബി ദ്വാരന്നില്ലല്ലോ എന്റെ ഭാര്യ മലടിയാണ്, മച്ചിയാണ്, ആഖിറത്താണെന്നില്ല. സക്കരിയ നബി അലൈഹിസ്സലാം ദുആയിരുന്നു, പടച്ചവനെ, എന്റെ എല്ലെല്ലാം തുരുമ്പിപ്പോയി, എന്റെ മുടിയെല്ലാം നരച്ചുപോയി. അല്ലാഹുവേ, എന്റെ ഭാര്യയാണെങ്കിലോ പ്രസവിക്കാത്തവളാണ്. ഫഹബിലി മില്ലദുങ്ക വലിയാ. എന്നാലും എന്നെ കൈയൊഴിയല്ലേ അല്ലാ, എനിക്ക് നീ ഒരു കുഞ്ഞിനെ തരണേ അല്ലാ. ഏത് ഗൈനക്കോളജിക്ക് പറയാൻ കഴിയും ഈ നൂതന സംവിധാനങ്ങളിലൂടെ നടന്നു പോകുമ്പോ? കർണാടകയിലെ മംഗലാപുരം കസ്തൂർബ മെഡിക്കൽ കോളേജിന്റെ തൊട്ടുതാഴെ ഒരു അപകടം നടന്നപ്പോൾ ഒരു ചെറുപ്പക്കാരന്റെ ലിംഗം തെറിച്ചുപോയി. ആ മനുഷ്യനെ പെട്ടെന്നെടുത്ത് കൊണ്ടുപോകുമ്പോ സഹോദരങ്ങളെ, കസ്തൂർബ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയപ്പോ വിദഗ്ധമായ ചികിത്സയിലൂടെ ഒരു വിരള് സർജറി ചെയ്തെടുത്തിട്ട് അത് ലിംഗമായി പിടിപ്പിച്ചിട്ട് ഉദ്ധാരണ ശേഷി ഉണ്ടാക്കി കൊടുത്ത ലോകം. സുബ്ഹാനല്ലാഹ്, എന്തൊരു ലോകമാണിത്! ആ ലോകത്ത് നിന്ന് നമുക്ക് പറയാ, ഇന്ന് ഏതെങ്കിലും ഒരു പ്രസവിക്കാത്ത പെണ്ണിനെ എന്ന് പറഞ്ഞാല് ഗർഭപാത്രമില്ലാത്ത പെണ്ണിനെ, അല്ലെങ്കിൽ ഗർഭാശയം ഇല്ല, ഗർഭാശയത്തിന്റെ ഉപയോഗമില്ലാത്തൊരു പെണ്ണ് പ്രസവിക്കുമെന്ന് പറയോ? കാക്ക മലർന്ന് പറക്കണ്ടേ? പക്ഷേ സക്കരിയ നബി പറഞ്ഞത്, അല്ലാഹുവേ, എന്റെ നെല്ലുകളെല്ലാം ശോഷിച്ചോ, എന്റെ മുടിയെല്ലാം നരച്ചോ, പടച്ചവനെ, ഞാൻ എന്നാലും എന്റെ ഭാര്യ പ്രസവിക്കാത്തവളുമാണ്, എന്നാലും നിന്നോട് ഞാൻ ചോദിക്കുന്നു, ഫഹബിലി, ഒരു ഗിഫ്റ്റ് തരുവോ? മില്ലദുങ്ക വലിയ, നിന്റെ അടുക്കൽ നിന്ന് ഒരു വലിയനെ, ഒരു അനന്തരവനെ നീ എനിക്ക് തരുവോ അല്ലാ? അല്ലാന്റെ വിളിക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരുന്നു, കാത് കൂർപ്പിച്ചിരിക്കുകയാണ് സക്കരിയ നബി. ആ സമയത്ത് അല്ലാഹു വിളിക്കുകയാ. സഹോദരങ്ങളെ, ദുആയുടെ പവർ കണ്ടോ? സക്കരിയ നബി കാത്തിരുന്നു. മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിന്റെ കളകൂജനം പോലെ സക്കരിയ നബി അലൈഹിസ്സലാം നടുകടലിൽ കിടക്കുന്നവന് കച്ചിത്തുരുമ്പിനു വേണ്ടി യാചിക്കും പോലെ സക്കരിയ നബി അലൈഹിസ്സലാം ഇങ്ങനെ കാത് കൂർപ്പിച്ചിരുന്നു. എന്നെ വിളിക്കുന്നോ എന്റെ അല്ലാ, എന്നെ വിളിക്കുന്നോ എന്റെ അല്ലാ? പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ ഒരു വിളി വരികയാണ്. യാ സക്കരിയ, ഇന്നാ നുബശ്ശിറുക ബിഗുലാം.
ഓ സക്കരിയ നബിയേ, നിങ്ങൾക്ക് ഞാനിതാ ഒരു പുത്രനെ കൊണ്ട് നിങ്ങളെ സന്തോഷം തരികയാ. എന്തൊരു സന്തോഷമാ സക്കരിയാ നബിക്ക്. സക്കരിയാ നബിക്ക് അല്ലാഹു മകനെ കൊടുത്തെന്ന് മാത്രമല്ല, ആ മകന് പേരും അല്ല തന്നെ ഇട്ടുകൊടുത്തു. എന്നിട്ട് ഏത് പേരാണ് അല്ല ഇട്ടുകൊടുത്തത്? അല്ല തന്നെ പറയട്ടെ, യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യാ. യഹ്യ എന്ന മോനെ ഞാൻ നിങ്ങൾക്ക് അങ്ങ് തന്നേക്കാം. പ്രസവിക്കും മുമ്പ് തന്നെ അറിഞ്ഞു തനിക്കുണ്ടാകുന്നത് ഒരു മോനാണെന്ന്. അതാണ് അല്ലാഹ്. ഇന്ന് തലകുട്ടി നിന്നാൽ അറിയുമോ ആണാണ് പെണ്ണാണെന്ന്? സഹോദരങ്ങളെ, ആണായാലും പെണ്ണായാലും പുറത്തു വരുമോ അകത്ത് തന്നെ കിടക്കുവോ പറയാൻ പറ്റുവോ? ഒരു ഡെലിവറിക്ക് ലക്ഷക്കണക്കിന് രൂപ വാങ്ങുന്ന തലസ്ഥാന നഗരിയിലെ ഹോസ്പിറ്റലുകൾ, ചൈനയിലും യൂറോപ്പിലും പോയി വിദഗ്ധമായ പഠനം കഴിഞ്ഞ് ഡിഗ്രിയുടെ അകമ്പടി സേവിച്ച് മടങ്ങി വന്ന ഗൈനക്കോളജിസ്റ്റ്, ഇവർക്ക് കഴിയുമോ പറയാൻ ഈ കുട്ടി പ്രസവിച്ചതിന് ശേഷം വളരുമെന്ന്? കഴിയില്ല. പക്ഷെ അല്ലാഹ്ക്കറിയാം. യാ സക്കരിയ, ഓ എന്റെ സക്കരിയ നബിയേ, ഇന്നാ നുബശ്ശിറുക ബിഗുലാം, ഒരു മോനെ തന്നെ ഞാൻ നിങ്ങൾക്ക് തരട്ടെ. നിങ്ങൾക്ക് സന്തോഷമാണോ? അവന്റെ പേര് ഇസ്മുഹു യഹ്യ, അവന്റെ പേര് യഹ്യയാണ്. ലം നജഅൽ ലഹു മിൻ ഖബ്ലു സമീയ. സക്കരിയ നബിക്ക് കൊടുക്കുന്ന സമ്മാനമേക്കണോ? സക്കരിയ നബിയെ, യഹ്യ യഹ്യ എന്ന് നിങ്ങൾ മോനെ വിളിക്കുമ്പോ ഈ ഭൂമി ലോകത്ത് ഇന്നേ വരെ ഇങ്ങനെ ഒരാൾ വിളിച്ചിട്ടില്ല. എന്തേ? ലം നജഅൽ ലഹു മിൻ ഖബ്ലു സമീയ. ഇതിനു മുമ്പ് യഹ്യ എന്ന പേര് ലോകത്ത് വേറെ ആർക്കുമില്ല. മലടിയായ പെണ്ണ് പ്രസവിച്ചു. തുരുമ്പി എല്ല് തുരുമ്പിച്ചു പോകുന്ന, ക്ഷയിച്ചു പോകുന്ന പ്രായം, മുടി നരച്ചു പോകുന്ന വയോവൃദ്ധനായ വാർദ്ധക്യത്തിന്റെ പടവുകൾ കയറിയ മനുഷ്യൻ. പക്ഷേ അല്ലാഹു മുഹാലായതിനെ നേടിക്കൊടുത്തതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതൊന്നേ ഒന്ന്, ഒറ്റ കാര്യം. അതേതാ? ഇദ്നാദാ റബ്ബഹു നിദാൻ ഖഫിയ. ആളുകൾ കേൾക്കൊക്കെ ഉറക്കെ ഒന്ന് ദ്വാരക്കലല്ല, ചെയ്തോളൂ. പക്ഷേ ഒറ്റക്കിരുന്ന് നീ അള്ളാഹുവിനോട് കൈനീട്ടാൻ നിനക്ക് കഴിയണം. സ്വകാര്യ നന്മയാണ് രണ്ടാമത്തേത്. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് അള്ളാഹു തരുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഇങ്ങനെയുള്ള അള്ളാന്റെ ഹബീബ് നമുക്ക് തന്നിട്ടുള്ള അറിവുകൾ. അതാണ് കടപ്പാട്, അതാണ് നമ്മുടെ ബന്ധം. നമ്മൾ ഇതൊക്കെ ചെയ്യാതിരുന്നാൽ നമ്മൾ നരകത്തിലായി പോലായിരുന്നോ? അപ്പൊ ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ച സ്വകാര്യ നന്മകളിലൂടെയൊക്കെ അള്ളാഹു നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. അള്ളാഹു തൗഫീക്ക് തരട്ടെ. മൂന്ന് അമീൻ ഉസ്താദിന്റെ ആമീൻ ഉറച്ചു വെക്കണം. സമയം നോക്ക്, എന്തൊരു രസമാണ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വേദികളിലൊക്കെ പോകുമ്പോ നമ്മളെ അറിയാത്ത ആളുകളാണ്. ചില ആളുകൾ മൈക്കിന്റെ മുന്നേ ക്ഷണിക്കാൻ കയറിയിട്ട് നോട്ടീസ് നോക്കിയാൽ പോരെ. പക്ഷെ അതല്ല, ഇതൊക്കെ നമ്മളെ വാപ്പയെ അറിയും, ഉമ്മയെ അറിയും, ഭാര്യ അറിയും, മക്കളെ അറിയും, വീടറിയും, നാളറിയും, എല്ലാം അറിയുന്ന നമ്മുടെ സുഹൃത്ത് വലയത്തിന്റെ മധ്യത്തിൽ ഞാൻ പ്രസംഗിക്കുന്നത് ആദ്യമായി. അതിന് അവസരം നൽകിയ ബഹുമാനപ്പെട്ട കല്ലൂർ ഉസ്താദിന് ഹൃദയംഗമമായ നിലയിൽ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് എല്ലാ നന്ദിയും കടപ്പാടുകളും അറിയിക്കുകയാണ്. അള്ളാഹു നമുക്ക് നാളെ അവന്റെ അനുഗ്രഹീത സ്വർഗത്തിൽ ഇതേപോലെ നമ്മുടെ പ്രിയപ്പെട്ട മശായിഖന്മാരോടൊപ്പം ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി മൂന്നാമത്തേത്, ഒന്ന് നിസ്കാരം രാത്രി ആരും കാണാതെ. ഐച്ഛികമാണ്, നിർബന്ധമായതല്ല, വെറുതെ സുന്നത്ത്, ഐച്ഛികമാണ്. എനിക്ക് തോന്നി നിസ്കരിക്കുന്നു, അങ്ങനെ ആരും അറിയരുത്, ആരോടും പറയരുത്. പിന്നെ ഭർത്താവ് പ്രശ്നക്കാരനാണെങ്കിൽ ഒന്ന് സൂചിപ്പിച്ചേക്കണം. ഞാൻ ഇടയ്ക്കൊക്കെ ഇബാദത്ത് അല്ലെങ്കിൽ രാത്രി എണീക്കുമ്പോൾ കൂടെ വരും. അപ്പൊ അവരറിയാതെ നിസ്കരിക്കണമല്ലോ, അതുകൊണ്ടാണ് ഈ പറഞ്ഞത്. അവരറിയാതെ നമ്മൾ നിസ്കരിക്കണം. രണ്ടാമത്തേത് ദുആ, വളരെ രഹസ്യമായി നമ്മുടെ ദുആ. അങ്ങനെ സംഭവിച്ചല്ലോ, ഞാൻ ചിരിക്കാൻ പറഞ്ഞതല്ല. രാത്രി ഇങ്ങനെ തപ്പി നോക്കിയപ്പോൾ ഭർത്താവിനെ കാണാനില്ല. അല്ലാഹ് എവിടെ പോയി?
ആദ്യം പോയത് പള്ളിയിലില്ല. പള്ളിയിലില്ലെങ്കിൽ ഇനി എനിക്ക് സംശയം എന്റെ ചക്കളത്തിമാരുടെ അടുത്ത് കാണും എന്ന് പറഞ്ഞാൽ എന്റെ സഹഭാര്യമാര്. അങ്ങനെ എല്ലാവരുടെ വീട്ടിലും രാത്രി കയറി, ആരുടെ വീട്ടിലും ഇല്ല. പിന്നെ എവിടെ ആയിരിക്കും? നോക്കുമ്പോൾ ഇരുളടഞ്ഞ ഒരു പ്രദേശത്തൊരു ചെറിയ വെട്ടം. നോക്കുമ്പോൾ അവിടെ എന്തോ ഒരു വെട്ടം. നമ്മുടെയൊക്കെ വീട്ടിന്റെ ഏതെങ്കിലും ഇരുളടഞ്ഞൊരു വെട്ടം കണ്ട ഭർത്താവ് മറ്റേത് കാജ വീഡിയോ വലിക്കുന്നതായിരിക്കും. ഇത് ബഖീഇന്റെ തൊട്ടടുത്ത് നിന്ന് മുത്തുനബി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റിത്തടത്തിൽ നിന്ന് നിർഗളിക്കുന്ന പ്രോജ്വല പ്രഭ. ആ വെട്ടം ബഖീഇന്റെ അപ്പുറത്ത് കണ്ടു. മനസ്സിലായി. ഓടി അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, നബിയേ, ഓ ആയിഷയായി പെണ്ണ്, അത് ചിന്തിക്കണം. ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എവിടെ പോയതാ നബിയെ? ഞാൻ എവിടെയൊക്കെ നോക്കി. നീ എവിടെയൊക്കെ നോക്കി? പള്ളിയിൽ നോക്കി. പിന്നെ എവിടെ? പിന്നെ എല്ലാ ഭാര്യമാരുടെ വീട്ടിലും നോക്കി. പിന്നെ നിനക്കെന്താ സംശയമുണ്ടോ എന്നെ? പിന്നെ ഒന്നിലധികം ഭാര്യമാരുള്ള ഒരാളെ സംശയിക്കാതിരിക്കുവോ നബിയെ എന്ന് ആയിഷ ബീവി തമാശ. ഇതെന്നാ? ശഅബാൻ 15 രാത്രിയിൽ. മോളെ, ഇന്ന് എനിക്ക് കിടന്നുറങ്ങാൻ പറ്റുമോ അവിടെ? ഇന്ന് ഒരു കൗമിന്റെ, ഞാൻ മറന്നുപോയാ, ഏതോ ഒരു സമൂഹത്തിന്റെ, ആ സമൂഹത്തിന്റെ ആട്ടിൻപറ്റങ്ങളുടെ, കൽബ് ഗോത്രത്തിന്റെ ആട്ടിൻപറ്റങ്ങളുടെ രോമത്തിന്, കൽബ് ഗോത്രത്തിന് ആട്ടിൻപറ്റങ്ങൾ കൂടുതലാണ്. അവരുടെ ആ ആട്ടിൻപറ്റങ്ങൾക്ക് രോമവും കൂടുതലാണ്. കൽബ് ഗോത്രത്തിന്റെ ആട്ടിൻപറ്റങ്ങളുടെ രോമങ്ങളെക്കാൾ പാപങ്ങൾ പുറത്തു കൊടുക്കുന്ന ഈ രാത്രി എനിക്കെങ്ങനെ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റും? അതാണ് നബി തങ്ങൾ ബഖീഇന്റെ അടുത്ത് ചെന്നിട്ട് തന്റെ പ്രിയപ്പെട്ട മുൻഗാമികളെ, നേരത്തെ നടന്നുപോയവരെ കണ്ടിട്ട് സലാം ചൊല്ലിയിട്ട് അവിടെ നിന്ന് ദുആരക്കുന്ന ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഞാനത് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു പോയതാണ്. ഞാൻ തമാശയായി മോശമായി പോയെന്ന് ഞാൻ ചിന്തിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ട കാര്യം ഏതാണ്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഇമാം ബുഖാരി, ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിവസം ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്. യാ ബിലാൽ, ഹദ്ദിസ്നി ബി അർജാ അമലിൻ അമൽതഹു ഫിൽ ഇസ്ലാം. ഓ ബിലാലേ, നീ മുസ്ലിമായിട്ട് ചെയ്ത അമലുകളിൽ ഏറ്റവും വലിയ അമൽ ഏതാണ് ബിലാലേ? ആരാ ചോദിക്കുന്നത്? തന്റെ കൈപിടിച്ച് കറുത്ത സുന്ദരിയായ കരിമ്പടം പുറച്ച കഅബാലയത്തിന്റെ കരിങ്കൽ ഭിത്തിയുടെ മുകളില് തൊലി കറുത്ത വെളുപ്പെന്ന് പറയുന്നതൊന്നും ശരീരത്തിന്റെ ഒരു നഖത്തിൽ പോലുമില്ലാത്ത, കറുത്ത് തടിച്ചു തൂങ്ങിയ ചുണ്ടുകളുള്ള, സ്പ്രിങ് പോലുള്ള തലമുടിയുള്ള, പരന്ന് ചപ്പിയ മൂക്കുകളുള്ള, കറുത്ത വൈരൂപ്യത്തിന്റെ പ്രതീകമായ, നോക്കിയാലൊന്ന് കണ്ടു നിൽക്കാൻ പോലും പറ്റാത്ത വിരൂപനായ സയ്യിദുനാ വഹബീബുനാ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ചുവന്നു തൊട്ടാൽ പൊട്ടുന്ന രക്തമൊഴുകുന്നത് സിരകളിലൂടെ, പുറത്ത് തൊലിയിലൂടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുന്ന സൽമാനുൽ ഫാരിസ് നിൽക്കുമ്പോ, ഒരുപാട് വരേണ്ണി വർഗം നിൽക്കുമ്പോ, ഏറ്റവും വലിയ ദളിതനായ ബിലാലിനെ കഅബാലയത്തിന്റെ മുകളിലേക്ക് എത്തിയ അല്ലാഹുവിന്റെ ഹബീബ്, ആ പ്രിയപ്പെട്ട പ്രവാചകന് ചോദിക്കുന്നു, ബിലാലേ, നീ മുസ്ലിമായിട്ട് ചെയ്ത അമലുകളിൽ വലിയ അമലേതാണ്? എന്താ നബിയെ നിങ്ങൾ അങ്ങനെ ചോദിക്കാൻ കാരണം? ഫഇന്നീ സമിഅതു ദഫന അലൈക മിൻ ബൈനി യദൈ ഫിൽ ജന്നാ, ഫഇന്നീ സമിഅതു ദഫന അലൈക ബൈന യദൈ ഫിൽ ജന്നാ. ഞാൻ സ്വർഗ്ഗത്തിലൂടെ ഉലാത്തുമ്പോ ബിലാലേ, നിന്റെ ചെരുപ്പിന്റെ ശബ്ദം ഞാൻ എന്റെ മുന്നിൽ കേട്ടു ബിലാലേ. ഞാൻ സ്വർഗത്തിൽ ഇങ്ങനെ ഉലാത്തുമ്പോ, ഞാൻ സ്വർഗത്തിന്റെ മുന്നിൽ ഇങ്ങനെ എന്റെ മുന്നിലൂടെ ഒരു ചെരുപ്പിന്റെ ശബ്ദം കേട്ട് നോക്കുമ്പോ നീയാണത്. എന്തമലാടാ ബിലാലേ നീ ചെയ്തത്? എന്തമലാണ് പൊന്നുമോനെ നീ ചെയ്തതെന്ന് പറയോ? ആ സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ അമല് പറഞ്ഞു, നമുക്ക് കഴിയാത്തതൊന്നുമല്ല ഉമ്മ. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടുകൊണ്ട് നിൽക്കുമ്പോ ബിലാൽ തങ്ങൾ പറയുകയാണ്, മാ അമിൽതു അമലൻ അർജാ ഇൻദി മിൻ അന്നി ലമ്മ തതഖറ തഹൂറൻ ഫീ സഅത്തിൻ മിൻ ലൈലിൻ ഔ നഹാ ഇല്ലാ സല്ലൈതു ബിദാലിക തഹൂരി മാ കുതിബ ലി അൻ ഉസല്ലി. റവാഹുൽ ബുഖാരി വ മുസ്ലിം റഹിമഹുമുല്ലാഹ്.
അല്ലാഹുവിന്റെ ഹബീബിനോട് ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബിയേ, ഞാൻ ഒരു സമയം പോലും വുളു ഇല്ലാതെ നിൽക്കൂല. ഏത് സമയത്തും ഞാൻ വുളു ഇല്ല. വുളു മുറിഞ്ഞു പോയാൽ പെട്ടെന്ന് ഞാൻ വുളു എടുക്കും. എന്നിട്ട് അതിന്റെ പേരിൽ 2 റക്അത്ത് നിസ്കരിക്കും. എന്നിട്ട് ആ വുളു ഞാൻ കാപ്പ് സൂക്ഷിക്കും നബിയേ. എന്നിട്ട് മുറിഞ്ഞു പോയാൽ വീണ്ടും ഞാൻ വുളു എടുക്കും. എന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കും നബിയേ. ഇതല്ലാതെ എന്റെ ജീവിതത്തിൽ വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഞാൻ പാവമാ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു വലിയ സന്ദേശമാണ് വുളു ഏത് സമയത്ത് നമുക്ക് ഉണ്ടാവുക. എനിക്കിപ്പോ വുളു ഉണ്ടെന്ന് ആർക്ക് പറയാം? വുളു ഇല്ലെന്ന് ആർക്ക് പറയാം? ആർക്ക് കാണാൻ പറ്റില്ല. രഹസ്യമായ ഒരു അമലാണ് വുളു. വുളു എന്ന് പറയുന്നത് ആർക്കും കാണാൻ പറ്റൂല. നമ്മൾ 5 നേരം നമസ്കാരത്തിന് മാത്രമല്ലല്ലോ നമുക്ക് വുളു ഉള്ളത്. എപ്പോഴും നമുക്ക് വുളു വേണം. ചിലർ കിടക്കാൻ നേരത്ത് വുളു എടുക്കൽ സുന്നത്തല്ലേ. അപ്പൊ ഒരാൾ ചോദിക്കുക, ഉസ്താദേ, ഭാര്യ എടുത്ത് നിന്ന് കിടക്കുമ്പോ ആകെ ഒരു ചെറിയ റൂമാണ്, ഒരു കട്ടിലാണ്, ഭാര്യ എടുത്ത് നിന്ന് കിടക്കുമ്പോ വുളു ഒക്കെ മുറിയൂലേ? വെറുതെ വെള്ളം വേസ്റ്റ് ആക്കണോ? എടോ, നീ അല്ലെങ്കിൽ തന്നെ കിടന്നാ ഉറങ്ങുമ്പോ വുളു മുറിയൂലേ? പിന്നെ ഭാര്യയൊക്കെ പിടിക്കുന്ന കാര്യം പിന്നത്തെ കാര്യമല്ലേ. നിന്നോട് പറഞ്ഞത് നേരം വെളുക്കുമ്പോ ആ വുളു വെച്ചോണ്ടിരിക്കാൻ നീ മുഹീദി ശൈഖൊന്നും അല്ലല്ലോ. നീ ചെയ്യേണ്ട കാര്യം നീ ചെയ്യുക. പ്രതിഫലം അല്ലാഹു തരുന്നത് വുളു എടുക്കലേ സുന്നത്തുള്ളൂ, മുറിയാതിരിക്കലല്ല. അതുകൊണ്ട് കിടക്കുമ്പോൾ വുളു എടുക്കുമല്ലോ നമ്മൾ. ഉണരുന്നത് വരെയും നമ്മൾ ഉറങ്ങുമ്പോൾ വുളുവോട് കൂടിയാൽ ഉണരുന്നത് വരെയും വുളുവിന്റെ വിധിയിലല്ലേ നമ്മൾ എന്നും വെച്ചിട്ട് ആ വുളുവും കൂടെ നിസ്കരിക്കാൻ പറ്റൂല. നമ്മൾ എപ്പോഴും വുളു ഉണ്ടായിരിക്കണം. ആർക്കും അറിയാൻ പറ്റാത്തൊരു സ്വകാര്യ നന്മയാണ്. എപ്പോഴും വുളു മുറിഞ്ഞു പോയാൽ ഉടനെ നമ്മൾ വുളു എടുക്കുക. വുളു എടുത്താൽ ഉടനെ 2 റക്അത്ത് നിസ്കരിക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ ഹയാത്താക്കിയാൽ ബിലാൽ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിൽ വെച്ച് തന്റെ മുന്നിൽ നടന്നു പോകുന്ന ചെരിപ്പിന്റെ ശബ്ദം കേട്ട ലോകത്തിന്റെ നേതാവിന്റെ ആ സമർപ്പണമാ. 4മതൊന്നുകൂടി പറയട്ടെ, തൽക്കാലം നമുക്ക് അവസാനിപ്പിക്കാം. 4മത്തേത് സഹോദരങ്ങളെ മറ്റൊന്നുമല്ല, അതാണ് സദഖത്തു സിർരി തുത്ഫിഉ ഗളബർ റബ്ബി. അല്ലാഹുവിന്റെ ദേഷ്യം തണുപ്പിക്കാൻ ഒരു മാർഗമേ ഉള്ളൂ. ആരും അറിയാതെ സദഖ കൊടുക്കണം. ആരും അറിയാതെ സദഖ കൊടുക്കണം. ആരും അറിയാതെ സദഖ കൊടുക്കണം. നമുക്ക് കഴിയോ? പിന്നെ അർശിന്റെ തണലിട്ടുന്ന 7 വിഭാഗം പറഞ്ഞതിൽ 3 വിഭാഗവും ഈ പറയുന്ന സ്വകാര്യ നന്മക്കാരാ. അത് ഞാൻ ഇടയ്ക്ക് വിട്ടുപോയതാ. 7 വിഭാഗത്തെ അർശിന്റെ തണലിട്ടുന്നവരെ പറ്റി പറഞ്ഞല്ലോ. അതിൽ 7 വിഭാഗത്തിലും 3 എണ്ണവും. ഒന്ന്, റജുലുൻ ദഅതുഹു ഇംറഅത്തുൻ ദാതു ഹസബിൻ വജമാലിൻ ഫഖാൽ ഇനി അഖാഫുല്ലാഹ്. നല്ല കാണാൻ സുന്ദരിയായ തറവാടിയായ ഒരു പെണ്ണ് നിന്നെ അവളുടെ ശരീര ഇച്ഛയ്ക്ക് വേണ്ടി നിന്നെ മാടി വിളിക്കുമ്പോ പരസ്യമായിട്ട് വിളിക്കൂലല്ലോ, രഹസ്യമായിട്ടല്ലേ വിളിക്കുന്നത്. ആ വിളിക്കുന്ന സമയത്ത് ഇന്നി അഖാഫുല്ലാഹ്, എടി ആരും കാണുന്നുള്ള പേടിയല്ല, എനിക്ക് എന്റെ റബ്ബിനെ പേടിയാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവന് സബഅത്തു യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു. അർശിന്റെ തണലല്ലാതെ, അർശിന്റെ ശീതള ഛായയല്ലാതെ മറ്റൊരു തണലില്ലാത്ത സമയത്ത് അല്ലാഹു നിനക്ക് തണലിട്ട് തരും. നമ്മൾ എവിടെയും പോകുമ്പോൾ ഒരു കൊടയുടെ ഏതെങ്കിലും ഒരു ചെറിയ ഒരു കമ്പിയുടെ ഒരു നിഴല് കിട്ടിയാൽ അതിൽ കയറി പിടിക്കാൻ നമ്മൾ നോക്കുന്നവരല്ലേ നമ്മൾ. അർശിന്റെ തണലെന്ന് പറഞ്ഞാൽ അതില്ലാത്തപ്പോ ഒരു ചാൻ മുകളിൽ സൂര്യൻ ഉദിച്ചതിന്റെ മുഴുവൻ താപവും വിസർജിച്ച് താഴത്തെ കിരണങ്ങളേറ്റിട്ട് ആ അരുണന്റെ കിരണമേറ്റുകൊണ്ട് ചെമ്പു തറ താപം കൊണ്ട് വിറയ്ക്കുമ്പോ ആ മഹിഷറയിൽ നമ്മുടെ ജീവിതത്തിൽ അർശിന്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ല. അവിടെ ഒരു കാറ്റാടി മരവും ഇല്ല, അവിടെ ഒന്നുമില്ല. ആ സമയത്ത് അല്ലാഹു തരുന്ന സ്വകാര്യ നന്മക്കാർക്കാണ് അല്ലാഹു തരുന്നത് തണല്. രണ്ടാമത്തേതേതാ? റജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാലത് ഐനാ. ആരും കാണാതെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് അല്ലാഹുവിനെ ഓർത്തിട്ട് കരയുന്നവൻ. ഒറ്റയ്ക്കിരിക്കണം. റജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാലത് ഐനാ. കണ്ണ് നിറയണം, ഒറ്റയ്ക്കിരിക്കണം. മൂന്നാമത്തേതേതാ? അതാണ് നമ്മുടെ വിഷയം. റജുലുൻ തസദ്ദഖ ബിസദഖ ഫഅഖഫാഹാ ഹത്താ ലാ തഅലമു ശിമാലു ഹത്താ ലാ തഅലമ ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു
വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാത്ത സദഖയാണ്. വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാത്ത സദഖ എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ, അത്രയും ഗോപ്യമായ, അത്രയും രഹസ്യമായ ഒരു സദഖ നമ്മൾ കൊടുത്താൽ അല്ലാഹുവിന്റെ അർശിന്റെ തണലല്ലാത്ത മറ്റൊരു തണലില്ലാത്ത മഹ്ശറ വൻസഭയിലെ ഒരു ചാൺ മുകളിൽ കത്തിജ്വലിച്ചു നിൽക്കുന്ന സൂര്യന്റെ ചൂടേറ്റുകൊണ്ട് മഹ്ശറയിലെ ചെമ്പുതറ താപം കൊണ്ട് വിറച്ചു തുള്ളുമ്പോ ആ സമയത്തിന്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തണലേകാൻ അള്ളാന്റെ അർശങ്ങ് വിശാലമാകുമ്പോ അതാർക്കാണ് അല്ലാഹു തരുന്നത്? രഹസ്യമായി സദഖ കൊടുക്കുന്നവനാ. സ്വകാര്യ നന്മകളിൽ നാലാമത്തേത് സദഖയാണ്. അല്ലാഹു അവന്റെ വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞതെന്തെന്നറിയോ? അൽ ബഖറ 271 സൂക്തത്തിൽ അല്ലാഹു പറയുകയാ, ഇൻ തുബ്ദുസ് സദഖാതി ഫനിഇമ്മാഹി, നിങ്ങൾ പരസ്യമായി കൊടുത്തോ നല്ലത് തന്നെ. ഈ സഅദ് വദവാലിന്റെ സദസ്സിൽ വെച്ച് നിങ്ങൾ വിളിച്ചു പറഞ്ഞോ നല്ലത് തന്നെ. വഇൻ തുഖ്ഫൂഹാ വതുതൂഹൽ ഫുഖറാ ഫഹുവ ഖൈറുൽ ലക്കും, നിങ്ങൾ ഫഖീറുമാർക്ക്, ആവശ്യക്കാർക്ക് രഹസ്യമായി നിങ്ങൾ കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് ശ്രേഷ്ഠത. വയുകഫിറു അൻകും സയ്യിആതികും, ജീവിതത്തിന്റെ ഇന്നലകളിലെ നിങ്ങളുടെ ചെറിയ ചെറിയ തിന്മകൾ അല്ലാഹു പൊറുക്കുന്നതാ. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, നിങ്ങൾ ഏതെല്ലാ കാര്യങ്ങൾ ചെയ്താലും അല്ലാഹു സസൂക്ഷ്മം നിരീക്ഷിക്കുകയാ. അപ്പൊ നമ്മൾ രഹസ്യമായി കൊടുക്കാൻ കുറച്ച് സദഖ നമ്മുടെ കൈവശം ഉണ്ടാവണം. അല്ലദീന യുൻഫിഖൂന സിർറൻ വഅലാനിയൻ എന്ന് പറഞ്ഞ ആയത്തിറങ്ങുമ്പോഴാണ് സഹാബത്തിന് തിരിഞ്ഞത് അങ്ങനെ ചില ആളുകൾ ഉണ്ടെന്ന്. പരസ്യമായിട്ട് മാത്രമല്ല രഹസ്യമായിട്ട് കൊടുക്കുന്ന ആളുകൾ ഉണ്ടെന്ന്. ഒരു ദിവസം മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പോ കാർമേഘത്തിൽ നിന്നൊരു ശബ്ദം, അല്ലാഹു അക്ബർ. ഇതൊക്കെ അഹ്ലുൽ ഈമാന്റെ അടുത്തല്ലാതെ പറയാൻ പറ്റുമോ? ഇതൊക്കെ ജബ്ബാർ മാഷിന്റെ അടുത്ത് പറയാൻ പറ്റുമോ? ഇതൊക്കെ ജസില മാടശ്ശേരിയുടെ അടുത്ത് പറയാൻ പറ്റുമോ? ഇതൊക്കെ അസ്ഗർ അലിയുടെ അടുത്ത് പറയാൻ പറ്റുമോ? ഇതൊക്കെ ജാമിദയുടെ അടുത്ത് പറയാൻ പറ്റുമോ? ഇവരൊക്കെ നിരീശ്വരവാദികളും എക്സ് മുസ്ലിമീങ്ങളുമായി കഴിയുകയാണ്. അതുകൊണ്ട് അവരുടെ അടുത്തത് ദഹിക്കൂല. മുസൽമാൻ ഇത് മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സതീർത്ഥ്യന്മാര് നടന്നു പോകുമ്പോ ഒരു മേഘക്കീറിൽ നിന്ന് ശബ്ദം കേൾക്കുന്നു, ഇന്നയാളിന്റെ കൃഷിയിടം നനച്ചു കൊടുക്കൂ എന്നൊരു അശരീരി മുഴങ്ങുന്നു. ഇത് സാക്ഷാൽ ബുഖാരി ഷരീഫിലുള്ള ഹദീസല്ല ഈ പറയുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട അനുചരന്മാര് ആ ശബ്ദം കേട്ട വഴിയിൽ നോക്കുമ്പോൾ മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്തിട്ട് വെള്ളം ഇങ്ങനെ ഒഴുകുകയാ. ഈ വെള്ളം ഇങ്ങനെ ഒഴുകുന്ന വഴിയേ അവര് നടന്നു. ഇത് ആർക്കായി ഭാഗ്യം കിട്ടിയെന്ന് അറിയണമല്ലോ. അങ്ങനെ നടന്നു പോകുമ്പോ ഒരു പാവപ്പെട്ട കൃഷിക്കാരൻ അവരിങ്ങനെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം വലിയ സന്തുഷ്ടനാണ്. കാരണം വെള്ളം ഒഴുകിയെത്തിയിരിക്കുകയാണ്. ആ നാട്ടിലും മഴയില്ല. അങ്ങനെ ഏതോ ഒരു നാട്ടിൽ മഴ പെയ്തിട്ട് നിലത്തുകൂടി വെള്ളം ഒഴുകിയിട്ട് തന്റെ കൃഷിപ്പാടത്തിലേക്ക് കയറി വന്നപ്പോൾ തന്റെ കൃഷിയിടങ്ങളെ നനയ്ക്കാൻ അവർക്ക് സൗകര്യം കിട്ടി. വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ആരാ? നിങ്ങളെ പേരെന്താ? അദ്ദേഹം പേര് പറഞ്ഞു. ശ്രദ്ധിക്കണേ, പേര് പറഞ്ഞപ്പോ ഈ അശരീരിയിൽ കേട്ട അതേ പേര്. എന്താ നിങ്ങളുടെ ജോലി? അപ്പം പറഞ്ഞു, എന്റെ ജോലി കൃഷിപ്പണിയാ. അപ്പൊ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്താ ഈ ഒരു പതിവില്ലാത്ത രീതിയിൽ നിങ്ങൾ ഇതൊക്കെ ചോദിക്കുന്ന എന്തുകൊണ്ടാന്ന് ചോദിച്ചു. ആ സമയത്താണ് അദ്ദേഹം കാര്യങ്ങൾ ഈ വന്നവർ പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ പറഞ്ഞു. ചോദിച്ചു, അല്ല നിങ്ങൾ എന്താണ് ഇതിനു മാത്രം അമൽ ചെയ്തിട്ടുള്ളത്? ഇത്രയും വലിയ ഭാഗ്യം നിങ്ങൾക്ക് കിട്ടിയില്ല. ആരും വെള്ളം കോരി തേവണ്ട. നിങ്ങൾക്ക് കാർമേഘം വെള്ളം കൊണ്ട് തന്നു നിങ്ങൾക്ക്. എന്നിട്ട് നിങ്ങളുടെ പേര് അശരീരിയിൽ മുഴങ്ങി. എന്താ നിങ്ങൾ ചെയ്ത അമല്? ആ സമയത്ത് മഹാനായ കൃഷിക്കാരൻ പറയുകയാണ്, സഹോദരങ്ങളെ, നമ്മൾ കരുതുന്നത് പോലെയല്ല. നമ്മൾ കരുതുന്നത് വലിയ ദാടി ഇങ്ങനെ വേണം. ബൈക്കിൽ പോകുമ്പോ പുറകെ വരുന്ന ആള് സൈക്കിളുകാരന്മാരൊക്കെ ആ ദാടിയുടെ ആ രോമങ്ങളിൽ ചുറ്റി മറിഞ്ഞു വീഴണം. വലിയ ദാടി.
വലിയ തസ്ബീഹുമാല കഴുത്തിൽ ഇങ്ങനെ കിടക്കണം, പച്ച പട്ടിടണം. ഇതൊക്കെയാണ് നമ്മളെ കരുതി വെച്ചിരിക്കുന്നത്. വേണ്ട, 40 വർഷമായി ഒരു വഖത്ത് നമസ്കാരത്തിൽ പോലും ഒരു വഖത്ത് ഖലാവുന്ന കാര്യമല്ല. 40 കൊല്ലമായി 4 പതിറ്റാണ്ടായി ഒരു വഖത്ത് നിസ്കാരത്തിന്റെ അവ്വൽ തക്ബീർ നഷ്ടപ്പെടാത്തൊരു മനുഷ്യൻ ഈ ജില്ലയിൽ ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പോ ജമാഅത്ത് മുടങ്ങിയില്ല എന്നല്ല, നിങ്ങൾക്ക് മനസ്സിലായോ? ജമാഅത്ത് നിസ്കാരം ഖലാ എന്നല്ല പറയുന്നത്, ഖലാ ഇല്ല എന്നല്ല പറയുന്നത്, ജമാഅത്ത് മുടങ്ങിയില്ല എന്നല്ല പറയുന്നത്. 40 കൊല്ലമായി ഒരു വഖത്ത് നിസ്കാരത്തിന്റെ അവ്വൽ തക്ബീർ മുടങ്ങിയിട്ടില്ല. ഇമാം അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടുമ്പോ ഉടനെ അല്ലാഹു അക്ബർ എന്ന് കെട്ടുന്നതിനാണ് അവ്വൽ തക്ബീർ എന്ന് പറയുന്നത്. അത് മുടങ്ങാത്തൊരു മനുഷ്യനുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ, ഇതേ ജില്ലയിൽ ജീവിച്ചിരിപ്പുണ്ട്, ഹയാത്തിലുണ്ട്. അദ്ദേഹത്തെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അല്ലേ പിന്നെ ആഷിം ഉസ്താദ്, നമ്മുടെ കല്ലൂർ ഉസ്താദ് പോയി കണ്ടു, നിങ്ങളാ എന്നോട് പറഞ്ഞത് ഇല്ലേ? ആളിനെ ബോധ്യമുണ്ട്, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പറഞ്ഞാലറിയും. ഞാനത് പറയുന്നോണ്ട് ഒരു ഗുണവും നമുക്കില്ല, അദ്ദേഹത്തിന് അപ്പൊ അത് ഇഷ്ടം ഉണ്ടാവൂല. എന്തിനാണ് ഖൈറിനേക്കാൾ ഷർറ് വലിച്ചു വെക്കുന്നത്? അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. ആ ആളിനെ ഈ അടുത്ത ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒരു അറിയിപ്പും ഇല്ലാതെ ബഹുമാനപ്പെട്ട കല്ലൂർ ഉസ്താദ് പോയി കണ്ട് മുസാഫഹത്ത് ചെയ്ത് പിന്നെ അവർ തിരിച്ചു വന്നു എന്ന് ഹാഷിം മന്നാനി എന്നോട്, റബീർ മന്നാനി അടക്കമുള്ള ഉസ്താദുമാരുടെ സാന്നിധ്യത്തിൽ പറഞ്ഞ കാര്യമാണ്. ഇപ്പോഴും 40 വർഷമായി അവ്വൽ തക്ബീർ മുടങ്ങിയിട്ടില്ല. ആർക്ക് പറ്റും? 40 വഖത്ത് നിസ്കാരം തുടർച്ചയായി നമ്മൾ നിസ്കരിച്ചിട്ടുണ്ട് മുടങ്ങാതെ. നമ്മൾ പറയുമ്പോ എല്ലാം പറയും. അദ്ദേഹം ആലിമല്ല, സൂഫിയല്ല, അദ്ദേഹം ഒരു ഇസ്ലാമിക കലാലയത്തിന്റെ പ്രൊഫസറല്ല, അദ്ദേഹം ഒരു വലിയ യൂണിവേഴ്സിറ്റിയുടെ പ്രിൻസിപ്പൾ അല്ല, അദ്ദേഹം ഒരു കുത്തുബ്ഖാനയുടെ മേധാവിയല്ല, അദ്ദേഹം ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ അമരക്കാരനല്ല, അദ്ദേഹം ഏതെങ്കിലും ഒരു ഗ്രന്ഥരചന നടത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു രചയിതാവല്ല, അദ്ദേഹം ഏതെങ്കിലും രീതിയിലുള്ള പാണ്ഡിത്യത്തിന്റെ പരമോന്നതിയിലെത്തിയ ഒരു വലിയ പ്രഭുവല്ല. അദ്ദേഹം ഒരു തുണിക്കച്ചവടക്കാരനായിരുന്നു, കൃഷിക്കാരനായിരുന്നു. ആലോചിച്ചു നോക്ക്, ഇപ്പോഴും അദ്ദേഹം ഹയാത്തിലുണ്ട്. അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. നമുക്കൊക്കെ ഇത് പറഞ്ഞിട്ട് അസൂയപ്പെടാനല്ലേ കഴിയൂ? ആ അസൂയ നല്ലതാ, അത് നശിച്ചു പോവാനല്ല. നമുക്കും അങ്ങനെ പറ്റിയില്ലല്ലോ എന്നും പറഞ്ഞൊരു അസൂയ. അള്ളാഹു നമുക്കതിനുള്ള ഭാഗ്യം തരട്ടെ. സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ കൃഷിക്കാരനായ മഹാനായ മനുഷ്യന്റെ അടുക്കൽ വന്ന് സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, എത്ര മനോഹരമായ പേരാണ്. നബിതങ്ങൾ നടന്നു വരുമ്പോ കയ്യിലെന്തോ സാധനം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അബ്ദുള്ള എന്ന സഹാബി ചോദിച്ചു, യാ അബ്ദുള്ള, എന്താ കയ്യില്? കാണിക്കൂല നബിയെ. കാണിക്ക അബ്ദുള്ള, നോക്കട്ടെ. നബിയെ, ഒരു കൊച്ചു പൂച്ചയാ നബിയെ. പൂച്ചക്കുട്ടി വളർത്തല് ഒരു കൊച്ചു പൂച്ചയാ നബിയെ, ഒരു കൊച്ചു പൂച്ചയാ നബിയെ. അബ്ദുള്ള എന്ന സഹാബിയുടെ കയ്യിരിക്കുന്ന പൂച്ചക്കുട്ടി നോക്കിയിട്ട് നബി തങ്ങൾ പറഞ്ഞു, യാ അബാ ഹുറൈറ, കൊച്ചു പൂച്ചക്കുട്ടിയുടെ വാപ്പാ. ആ സഹാബി ഇന്നും അതേ പേരിൽ അറിയപ്പെടുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, ആ യാത്രയിൽ കണ്ട മനുഷ്യനോട് എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോ അദ്ദേഹം പറയുകയാണ്, അത്തസദ്ദഖു ബിസുലുസിഹി, ഈ കൃഷി ഞാൻ ചെയ്തിട്ട് വിളവെടുക്കുമ്പോ അതിനെ 3 പകുക്കും. മൂന്നായിട്ട് ഞാൻ പകുത്തു വെച്ചിട്ട് അതിൽ 1/3 ഞാൻ സ്വതക്ക കൊടുക്കും. ആദ്യം ചെയ്യുന്നത് അതാണ്. ആരും അറിയൂല. ഞാൻ കഷ്ടപ്പെട്ട് വെള്ളം കിട്ടാതെ വിഷമിക്കുന്ന ഘട്ടം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ, ഇപ്പൊ ആ ഒലിച്ചു വരുന്ന വെള്ളമാണ് എനിക്ക് ഉപയോഗപ്പെട്ടത്. ആ കൃഷിയിടങ്ങളെ ആ കൃഷിയിൽ നിന്ന് കിട്ടുന്ന ലാഭത്തെ 3 പകുത്തു. ലാഭമല്ല, ആ കിട്ടുന്നതിനെ വിളവെടുക്കുന്നതിനെ 3 പകുത്തു. അതിൽ 1 ഞാൻ സദഖ കൊടുക്കൂ. പിന്നെ 3-ൽ 2 ഉണ്ടല്ലോ, 1 ഞാനും എന്റെ മക്കളും കുടുംബവും കഴിക്കും. മൂന്നാമത്തേതോ, ഞാൻ മൂന്നാമത്തേത് ഇതിലും 3-ൽ 1 ഞാൻ വീണ്ടും ഇതിലേക്ക് തന്നെ ഇറക്കും. ഒന്നുകിൽ അതിലേക്കാകാം, അല്ലെങ്കിൽ വിറ്റിട്ട് അതിന്റെ വിത്ത് വാങ്ങി അടുത്ത കൃഷിയാകാം. 3-ൽ 1 ഞാൻ സദഖ, 3-ൽ 1 ഞങ്ങൾ തിന്നും, 3-ൽ 1 ഇതിലോട്ട് ഇറക്കും. ആര് ചെയ്യും? എല്ലാം വാരി പൂട്ടി കെട്ടി റബ്ബർ ഇട്ട് വെച്ചിരിക്കുക. ഒന്നും ഇളക്കൂല. എണ്ണി നോക്കും. എന്താ? എല്ലാ ദിവസവും എണ്ണി നോക്കും, പക്ഷെ ഒരു ഉപയോഗമില്ല. രാത്രി 12 മണിക്ക് ഇറങ്ങി മൂപ്പര് പറയുക, എല്ലാം ഇതോടുകൂടി തീർന്നു എന്ന് പറഞ്ഞാൽ ലക്ഷ്മണ രേഖയ്ക്കപ്പുറത്ത് നമുക്ക് പോകാൻ പറ്റൂല. പിന്നെ എല്ലാം തീർന്നു. നോട്ടം പിൻവലിച്ച് എല്ലാം കലക സമാവാദിയായി.
ഇതൊക്കെ ധർമ്മം കൊടുത്ത് ആളുകൾക്ക് കൊടുത്തിട്ട് ദീനിന് കൊടുത്തിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇതുപോലുള്ള മജ്‌ലിസിന് കൊടുത്തിട്ട് നമ്മൾ സന്തോഷത്തോടു കൂടി നിറഞ്ഞ മനസ്സോടുകൂടി നമ്മൾ കിടക്കണം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.